വെൽക്കം ബാക്ക് ടു ദ ടേസ്റ്റി ടേബിൾ. ഇന്ന് ഞാൻ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി ദാൽ കറി. ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം തൂരപ്പരിപ്പ്, പിന്നെ കുറച്ച് ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു സവാള, പിന്നെ ബ്രൊക്കോളി ഫ്ലോററ്റ്സ്, അതായത് ബ്രൊക്കോളിയുടെ ഇതളുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് എണ്ണ വേണം, പിന്നെ കുറച്ച് വെള്ളം വേണം. ആദ്യം നമുക്ക് ഒരു കുക്കറിൽ തൂരപ്പരിപ്പ് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിൽ വെക്കുക കേട്ടോ. ഞാനിവിടെ ദാല്, അതായത് പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അതാണ് ഞാൻ 4 വിസിലിന് പരിപ്പ് കുക്ക് ചെയ്യാൻ പറയുന്നത് പ്രഷർ കുക്കറിൽ. നിങ്ങൾക്ക് പാകത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. പരിപ്പ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇടുക, പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കട്ട് ചെയ്ത് വെച്ചത്. ഇനി വെളുത്തുള്ളിയും ചെറിയ ജീരകം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അത് ഇവിടെ ആഡ് ചെയ്യുന്നില്ല. ഗ്രീൻ ചില്ലി അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടും. ഇപ്പോൾ ദേ സവാള നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. ഞാനിപ്പോൾ സവാളയിൽ ഉപ്പിട്ടതുകൊണ്ട് ഇപ്പോൾ ഉപ്പിടുന്നില്ല. എന്നിട്ടൊരു 5 to 8 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബ്രൊക്കോളി അധികം കുക്ക് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതേ ബ്രൊക്കോളി ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പരിപ്പിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചൂടുവെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. ചൂടുവെള്ളം ആഡ് ചെയ്തു. എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളിക്ക് ആഡ് ചെയ്യാം. വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് അതൊരു 2 മിനിറ്റ്സ് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അതായത് അതൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ചപ്പാത്തിയിലേക്കും റൈസിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്